ഇന്ത്യയുടെ വിദേശനയത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും കേൾക്കുന്നൊരു പേരാണ് ഗുജറാൾ സിദ്ധാന്തം. പക്ഷെ എന്താണിത് ശരിക്കും? പലർക്കും ഇതിനെപ്പറ്റി അത്ര വ്യക്തതയുണ്ടാവില്ല. അപ്പോൾ എന്തായിരുന്നു ഈ ഗുജറാൾ സിദ്ധാന്തം? എന്തിനാണിതിപ്പോഴും ഇത്രയധികം ചർച്ച ചെയ്യുന്നത്? നമുക്കിതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഒന്നാലോചിച്ചു നോക്കൂ. ഒരു വലിയ ശക്തിയായിരിക്കുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ചെറിയ രാജ്യങ്ങളുടെ വിശ്വാസം എങ്ങനെ നേടിയെടുക്കും? അവരെ പേടിപ്പിക്കാതെ അവരുമായി നല്ലൊരു ബന്ധമുണ്ടാക്കിയെടുക്കുക എന്നത് ശരിക്കും ഒരു വെല്ലുവിളിയല്ലേ? ആ ഒരു വലിയ ചോദ്യത്തിനുള്ള ഇന്ത്യയുടെ വളരെ യുണീക്കായൊരു മറുപടിയായിരുന്നു ഈ ഗുജറാൾ സിദ്ധാന്തം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് ഈ ഗുജറാൾ സിദ്ധാന്തം? സിമ്പിളായി പറഞ്ഞാൽ, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ട ഒരു വിദേശ നയമായിരുന്നു അത്. ഇതിന്റെ തുടക്കം 1990കളുടെ അവസാനത്തിലാണ്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഐ.കെ. ഗുജ്റാളാണ് ഈ ഒരു ആശയത്തിന് രൂപം കൊടുത്തത്. അതുകൊണ്ടാണ് ഇതിന് ഗുജറാൾ സിദ്ധാന്തം എന്ന് പേര് വന്നത്. ഇതിന്റെ പ്രധാന ഫോക്കസ് എന്തായിരുന്നെന്നറിയാമോ? ദക്ഷിണേഷ്യയിലെ നമ്മുടെ തൊട്ടടുത്തുള്ള അയൽക്കാരുമായിട്ടുണ്ടല്ലോ, അവരുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടി ഊഷ്മളമാക്കുക. അതായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ സിദ്ധാന്തം പാകിസ്ഥാനെ ഉദ്ദേശിച്ചുള്ളതായിരുന്നില്ല. പകരം നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലിദ്വീപ്, അങ്ങനെ നമ്മുടെ മറ്റ് ചെറിയ അയൽരാജ്യങ്ങളില്ലേ, അവരുമായി ഒരു പുതിയ വിശ്വാസത്തിൽ കെട്ടിപ്പടുത്ത ഒരു ബന്ധം തുടങ്ങാനായിരുന്നു ഇന്ത്യ ശ്രമിച്ചത്. ഈ സിദ്ധാന്തത്തെ മറ്റെല്ലാത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണെന്നറിയാമോ? അതിന്റെ കാതൽ ഒരൊറ്റ വാക്കിൽ പറയാം: അത് ഔദാര്യമാണ്. സാധാരണഗതിയിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഒരു തരം കൊടുക്കൽ വാങ്ങലാണ്, അല്ലേ? ടിറ്റ് ഫോർ ടാറ്റ് എന്നൊക്കെ പറയില്ലേ? നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു ചെയ്യും. പക്ഷേ ഗുജറാൾ സിദ്ധാന്തം ഈ കളിയുടെ നിയമം തന്നെ മാറ്റി. അത് പറഞ്ഞത് ഇതാണ്: ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് സഹായങ്ങൾ ചെയ്യുക. തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ നമ്മുടെ അയൽക്കാർക്ക് വേണ്ട വിട്ടുവീഴ്ചകളും സഹായങ്ങളും നൽകുക. ഇതായിരുന്നു അതിന്റെ ഒരു പ്രധാന തത്വം. ഇത് മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു ഉദാഹരണമില്ല. നമ്മളൊരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുന്നു. തിരിച്ചൊരു സമ്മാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണോ നമ്മളിത് ചെയ്യുന്നത്? അല്ലല്ലോ. അതേ ഒരു മനസ്സ്, അതേ ഒരു സമീപനം, അതാണ് ഗുജറാൾ സിദ്ധാന്തം അയൽ രാജ്യങ്ങളോടുള്ള ബന്ധത്തിൽ മുന്നോട്ട് വെച്ചത്. അപ്പോ വെറുതെ ഒരു ഔദാര്യം കാണിക്കുക എന്നായിരുന്നില്ല ലക്ഷ്യം. ഇതിനു പിന്നിൽ വളരെ വ്യക്തമായ 5 ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കിതിനെ 5 തൂണുകളെന്ന് വിളിക്കാം, അവയുണ്ടായിരുന്നു. ഇന്ത്യ ശരിക്കും എന്താണിതുകൊണ്ടുദ്ദേശിച്ചത്? നമുക്കൊന്ന് നോക്കാം. ഇതിലെ ഓരോന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ കാര്യം, ദക്ഷിണേഷ്യയിൽ മൊത്തത്തിലൊരു സമാധാനവും വിശ്വാസവും ഉണ്ടാക്കിയെടുക്കുക. കാലങ്ങളായി നിലനിൽക്കുന്ന പിരിമുറുക്കങ്ങളൊക്കെ കുറയ്ക്കുക. രണ്ടാമത്, പല കാരണങ്ങൾ കൊണ്ട് നിന്നുപോയ നയതന്ത്ര ചർച്ചകളൊക്കെ വീണ്ടും തുടങ്ങുക. മൂന്നാമത്തേത്, പ്രശ്നങ്ങളെല്ലാം യുദ്ധം കൊണ്ടോ വഴക്കുകൊണ്ടോ അല്ല, മറിച്ച് സംഭാഷണങ്ങളിലൂടെ പരിഹരിക്കുക. ഇതിന്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് ബംഗ്ലാദേശുമായി വർഷങ്ങളോളം നീണ്ടുനിന്ന ഗംഗാ നദീജല തർക്കം പരിഹരിച്ചത്. അത് ഈ സിദ്ധാന്തത്തിന്റെ ഒരു വലിയ വിജയമായിരുന്നു. പിന്നെ നാലാമതായി, ഇന്ത്യ ഒരു വലിയേട്ടൻ കളിക്കുകയാണെന്ന് തോന്നൽ മാറ്റിയെടുക്കുക. പകരം ഉത്തരവാദിത്തമുള്ള, സഹായിക്കാൻ മനസ്സുള്ള ഒരാൾക്കാരനാണ് ഇന്ത്യ എന്ന് ലോകത്തെ കാണിക്കുക. ഏറ്റവും ഒടുവിലായി, ഭാവിയിൽ വരാനിരിക്കുന്ന വിദേശ നയങ്ങൾക്ക് ശക്തമായൊരു അടിത്തറ പാകുക. ഇതൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ. ഇവിടെയാണ് ഏറ്റവും നിർണായകമായൊരു മാറ്റം വരുന്നത്. ബലം പ്രയോഗിച്ച് കാര്യങ്ങൾ നേടുന്നതിനു പകരം സഹകരണത്തിലൂടെ മുന്നോട്ടു പോവുക എന്നൊരു ഷിഫ്റ്റ്. ഒരു ബിഗ് ബ്രദർ ആറ്റിറ്റ്യൂഡ് മാറ്റിവെച്ച് നല്ലൊരു അയൽക്കാരമായി ഇന്ത്യ സ്വയം മാറുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായും ഇന്ത്യയുടെ സോഫ്റ്റ് പവർ കൂടും. അതായത് ആയുധം കൊണ്ടല്ലാതെ നമ്മുടെ സംസ്കാരം കൊണ്ടും സഹകരണം കൊണ്ടും മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവ്. അത് കൂട്ടാൻ ഈ നയം ഒരുപാട് സഹായിച്ചു. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഇതൊക്കെ 90കളിൽ നടന്ന കാര്യമല്ലേ, ഇതിന് ഇന്നത്തെ കാലത്ത് എന്ത് പ്രസക്തിയാണുള്ളതെന്ന്. പക്ഷെ അങ്ങനെയല്ല. അതിന്റെ സ്വാധീനം ഇന്നും ഇന്ത്യൻ വിദേശനയത്തിൽ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ നോക്കാം. ഇതാണ് ഏറ്റവും രസകരമായ ഭാഗം. നമ്മളിന്ന് കേൾക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നെയ്ബർഹുഡ് ഫസ്റ്റ് അഥവാ അയൽപ്പക്കം ആദ്യം എന്ന പോളിസിയിലെ അതിന്റെ ആശയപരമായ വേരുകൾ ചെന്നെത്തുന്നത് ഈ ഗുജറാൾ സിദ്ധാന്തത്തിലാണ്. ആ അടിസ്ഥാന തത്വം, അതായത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കുക എന്ന ആശയം, അതിപ്പോഴും അവിടെയുണ്ട്. ഇന്നത്തെ കാലത്തിനനുസരിച്ച് അതിനെ ഒന്ന് പരിഷ്കരിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ഗുജറാൾ സിദ്ധാന്തം എന്നത് പഴയൊരു പുസ്തകത്തിലെ ഒരു ഏടല്ല. ദക്ഷിണേഷ്യയിലെ ഈ സങ്കീർണമായ രാഷ്ട്രീയ ഭൂമികയിൽ എങ്ങനെ ഇടപെടണമെന്നതിനെക്കുറിച്ച് ഇന്നും നമുക്ക് വിലപ്പെട്ട പാഠങ്ങൾ നൽകുന്ന ഒന്നാണ്. ഇന്ത്യൻ വിദേശനയത്തിന്റെ ഒരു അടിത്തറ എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. പോകുന്നതിനു മുൻപ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ചോദ്യം വയ്ക്കുകയാണ്. എങ്ങും മത്സരങ്ങളും ശത്രുതയും നിറഞ്ഞ ഈ ലോകത്ത് തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ ഔദാര്യം കാണിക്കുന്നത് ഒരു ബലഹീനതയാണോ? അതോ അത് തന്നെയാണോ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ശക്തി? ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ട് ഇന്നത്തെ ഈ വിവരണം നമ്മളിവിടെ നിർത്തുകയാണ്. വീണ്ടും കാണാം.